അവിടെ ശരിക്കും നമ്മുടെ കാല് പുകയും. അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രാണായാമം എടുത്തിട്ടുണ്ട്, ബ്രത്ത് ഇല്ലാണ്ട് നടക്കാൻ പഠിപ്പിക്കും. അതാണ് ഈ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റും നമുക്ക്. അത് പ്രാണായാമം എടുത്തെടുത്ത് അവസാനം നമ്മൾ കുണ്ടലിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രീത്ത് വേണ്ട, പിന്നെ ഇങ്ങനെ നടക്കാം ഒരേ സ്ട്രെച്ചിൽ. അപ്പോൾ നമ്മുടെ ഊർജ്ജം മാത്രം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും ശരീരത്തിൽ. ബൃഹസ്പതി, ത്രിമൂർത്തി, ശിവശക്തി, സപ്തഋഷി, ബാബാജി, അഗസ്ത്യർ ഇവരെല്ലാവരും ലൈവ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ചെന്ന് കയറുന്നത് എവിടേക്കാണ്? ഒരു ഗുഹയിലേക്ക് കയറുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മർ ശർശയ്യ കിടന്ന സ്ഥലം, ഇതെല്ലാം അവിടെ ഉണ്ട്, ലൈവാണ്, എല്ലാം കാണാം. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അർജുനന് ഗീതോപദേശം കൊടുത്ത സ്ഥലം, അന്ന് എങ്ങനെയാണോ കൊടുത്തത് അതേ എനർജി വൈബ് അവിടെ വന്നു. അതും ലോവർ പോർഷനിലില്ല, ഇരുന്നാൽ കിട്ടൂല. 21 ജന്മത്തിലേക്കുള്ളത്, അതായത് 21 ജന്മത്തിലെ നമ്മുടെ അല്ല പിതൃക്കളുടെ ദോഷം തീർന്നു കിട്ടും. പിതൃക്കളുടെ കർമ്മദോഷം തീർക്കാൻ വേണ്ടിയിട്ട് പുഷ്കറിൽ ചെന്ന ആ പുഷ്കറിൽ ആ കുളത്തിൽ വെറുതെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടേയിരിക്കും ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ വന്നിട്ട് നാദ് പരമ്പരയിലെ സന്യാസിമാരുണ്ട്. അവർ ശിവനെ അവർ പ്രാർത്ഥിക്കുന്ന പൂജ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയും ഹൈ പവറാണ് നാദ് പരമ്പരയുടെ അവരുടെ. അപ്പം അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. പിന്നെ മുകളിലേക്ക് അങ്ങോട്ട് ഹില്ല് കയറണം. നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് കയറാൻ നോക്കിയില്ല, കാരണം അവിടെ എന്തോ ഭൈരവൻ്റെ എനർജിക്ക് എന്തോ ഒരു ഇത് തോന്നിയായിരുന്നു. നമ്മൾ ഇടയ്ക്കുന്ന് തിരിച്ചു വന്നു, പകുതി വരെ പോയുള്ളൂ. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വരുന്നത് നയനാദേവി എന്ന് പറഞ്ഞാൽ കണ്ണ് വീണ സ്ഥലം. ആ കണ്ണ് വീണ സ്ഥലത്ത് ആണ് നമ്മൾ അവിടെ പോയി അമ്പലത്തിൽ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ദർശനം കിട്ടുമ്പോൾ ഒരു കണ്ണ് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ നേരെ ശ്രീകോവിലിൻ്റെ ബാക്കിൽ നിൽക്കണം, അടുത്ത കണ്ണ് കിട്ടണമെങ്കിൽ. അതാണ് ആ ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ നയനാദേവിയുടെ അവിടെ നമ്മൾ ആദരിച്ചു. അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതാണ് അവരുടെ സൂക്ഷ്മത്തിൽ വരിക, അവർക്കറിയില്ല. അപ്പോൾ അവർക്ക് നമ്മൾ നയനാദേവിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു. ലെഫ്റ്റ് ഐ ആണ് ഫ്രണ്ടിൽ വരിക ശ്രീകോവിലിന് മുകളിൽ, റൈറ്റ് ഐ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഹാപ്പിയായി അവർ നമ്മൾ ഭയങ്കരമായിട്ട് ആദരിക്കുകയൊക്കെ ചെയ്യുന്നു നയനാദേവിയിൽ. പിന്നെ ചിന്തപൂർണിയിലാണ് കാല് പാദം വീണത്. അവിടെ ശരിക്കും നമ്മുടെ കാല് പുകയും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ചിന്തപൂർണി ഇച്ചിരി മുകളിലേക്ക് കയറണം. അപ്പോൾ എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ എനർജി, ഇത് ശിവൻ താണ്ടവാടാണല്ലോ. മീൻസ് ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡിയും വെച്ചിട്ട് ഇങ്ങനെ ദേവിയുടെ ബോഡിയും വെച്ച് ഇങ്ങനെ കിടന്ന് ഇത് ചെയ്യുമ്പോഴാണല്ലോ വിഷ്ണു വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണത്. അപ്പോൾ ആ വൈരാഗ്യം കാണണമെന്നുണ്ടെങ്കിൽ ഈ ചിന്തപൂർണിയുടെ ഈ ഇതങ്ങോട്ട് കയറണം. റോട്ടിൽ നിന്ന് അങ്ങോട്ട് മല കയറി ഇങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ നമ്മളെയൊക്കെ എങ്ങനെ വൈരാഗ്യത്തിൽ പിടിക്കണ മാതിരി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, ഭാവത്തിലായിരിക്കും നമ്മുടെ ഇത്, ഇറിറ്റേറ്റിംഗ് ഫേസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴല്ലോ ഈ എന്താ സുഖം. അമ്മ ഭയങ്കര ശാന്തവുമില്ലാതെ ഭയങ്കര ലവിങ് കെയറിങ് ഫേസിലാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. രണ്ട് എക്സ്ട്രീമാണ് നമുക്ക്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ചിന്തപൂർണിയിൽ. അപ്പോൾ അങ്ങനെ ചിന്തപൂർണി, നയനാദേവി, പിന്നെ ജ്വാലാമുഖി, പിന്നെ ബ്രിജേശ്വരിയിലാണ് ലെഫ്റ്റ് ബ്രസ്റ്റ് വീണക്കുന്ന സ്ഥലം. അവിടുത്തെ അമ്പലത്തിൽ അവിടെ ശരിക്കും ബ്രിജേശ്വരി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ എനർജി കോസ്മോസുമായിട്ട് കണക്റ്റഡാണ്. കോസ്മിക് എനർജി അത്രയും പവറാണ് അവിടെ ബ്രിജേശ്വരിയിൽ. ഇവിടെ അത്രയില്ല, ബാക്കിയുള്ളിടത്ത് അത്രയില്ല. പിന്നെ ചാമുണ്ടാദേവിയിൽ ഫുൾ പ്രസൻസോട് ചാമുണ്ടിയുടെ ആ ഒരു ഫുൾ വൈബാണ് കിട്ടുന്നത്. ദേവിയുടെ ഫുൾ രൂപമാണ് അത്, അവിടെ പാർട്സ് അല്ല. പിന്നെ ഞങ്ങൾ ആ വഴി നേരെ ചിന്മയ മിഷനിൽ കയറി. ചിന്മയ മിഷനിൽ സ്വാമിയുടെ സമാധി ഉണ്ടല്ലോ, ചിന്മയ സ്വാമിയുടെ മറ്റേ സമാധി, ആ മണ്ഡപത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ജമ്മുവിലേക്ക് തിരിക്കുന്നത്. ജമ്മുവിൽ നേരെ വൈഷ്ണവി ദേവി അവിടെ പോയി 13 കിലോമീറ്റർ നമ്മൾ നടക്കണം ഹില്ല് കാരണം.
പക്ഷെ ഒക്കെ നല്ല ഭംഗി, ഇത്രയും ഭംഗിയും നീറ്റായിട്ടും വച്ചിരിക്കുന്ന ഈ 13 കിലോമീറ്റർ നമ്മൾ കാട്ടിക്കൂടെ കയറണമെന്ന് വിചാരിക്കണം. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയാമോ. എല്ലാം കല്ലൊക്കെ നിരത്തി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വളരെ സ്ലോപ്പിൽ നമുക്ക് ഒരു സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ കുതിര സവാരി ഉണ്ടെങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ നടന്ന് കയറാം. എല്ലാം മിലിറ്ററിയുടെ അണ്ടറിലാണ്. അത് കാരണം ആ കുതിരകൾ വരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഐശ്വര്യമാണെന്ന് അറിയാമോ. അത്ര പെർഫെക്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ. ഷോപ്പും എല്ലാം പക്ക. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു സ്ട്രെയിനും വരില്ല അങ്ങനെ കാര്യമായിട്ട്. നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ കയറി കേട്ടോ. നമ്മൾ ഈ കുതിര, നമ്മൾ കുറച്ച് പേര് കുതിരമേൽ കയറി. കുതിര ചെന്ന് അവിടെ ചെന്ന് 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ ചെന്നു. അത്ര സ്പീഡില്ല. കാരണം ഇത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങാണ്. ക്രിയായോഗ സ്റ്റുഡൻസിന് നമ്മൾ ചെയ്ത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണായാമം എടുത്തിട്ടുണ്ട്, ബ്രത്തിലാണ് നടക്കാൻ പഠിപ്പിക്കും. അതാണ് ഈ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റണം നമുക്ക്. അത് പ്രാണായാമം എടുത്തെടുത്ത് അവസാനം നമ്മൾ കുണ്ടലിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രീത്ത് വേണ്ട, പിന്നെ ഇങ്ങനെ നടക്കാം ഒരേ സ്ട്രെച്ചിൽ. അപ്പോൾ നമ്മുടെ ഊർജ്ജം മാത്രം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും ശരീരത്തിൽ. ചെറിയ ഇതുണ്ടാവുള്ളൂ, പ്രാണനെടുക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും പിന്നെ ആ ഫോമിൽ നടക്കാം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പകുതിക്ക് തന്നെ പിടിച്ചു. കേദാർ പക്ഷേ വന്നിട്ട് അവസാനത്തെ 5 കിലോമീറ്റർ ഞങ്ങൾ 8 മണിക്ക് നട അടയ്ക്കും. 7:45 5 കിലോമീറ്റർ ബാക്കിലാണ്. അപ്പോൾ ഈ 18 കിലോമീറ്റർ നടന്നെന്ന് വിരിക്കണം. 18 കിലോമീറ്ററിലാണെങ്കിൽ 5 കിലോമീറ്റർ കൂടി ബാക്കിയുള്ളത്. അപ്പോൾ അത്രയും നടന്നിട്ട് പിന്നെ ഈ 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്രയോ നിർദ്ദേശം കിട്ടുകയും ചെയ്തു. പിന്നെ ഒരു പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ 5 കിലോമീറ്റേഴ്സ് നടന്നു നിർത്തി. അത്രയും ഹിൽ ടോപ്പിൽ. അപ്പോൾ ഒരൊറ്റ ഇതാണ് പ്രാണായാമം എടുത്തിട്ട് ഒരൊറ്റ ഗതി മുഴപ്പോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ വിടലാകും. അവസാനം ഞങ്ങളുടെ കൂടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ മിലിറ്ററിയിലും പോലീസിനേക്കായും വെട്ടിച്ചാൽ പോണേന്ന്. അതേമാതിരി സ്പ്രിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് പറയുന്നത്. അതാണ് ക്രിയായോഗയുടെ നമുക്കുള്ള ഗുണം. അതാണ് ഈ ഹിമാലയൻ യോഗീസിനൊക്കെ ഇങ്ങനെ ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ലാണ്ട് വരുന്നത്. നമുക്കത് സെറ്റാവും, ബോഡി അതിനോട് സെറ്റാവും. അപ്പോൾ ഇതും അതേമാതിരി ഹൈ സ്ട്രെച്ചിലാണ് പിടി. ഇത് നമ്മൾ 13 കിലോമീറ്ററിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ റിലാക്സ് ആയിപ്പോയി. കാരണം ഈ പോണ വഴിയിൽ നമുക്ക് ജമ്മുവിൽ അവിടെ പോയപ്പോൾ ബൃഹസ്പതി, ത്രിമൂർത്തി, ശിവശക്തി, സപ്തഋഷി, ബാബാജി, അഗസ്ത്യർ ഇവരെല്ലാവരും ലൈവ് ഉണ്ടായിരുന്നു ഈ പോണ വഴിയിൽ. എന്നിട്ട് നമ്മൾ ചെന്ന് കയറുന്നത് എവിടേക്കാണ്? ഒരു ഗുഹയിലേക്കാണ് കയറുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണൽ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ അന്ന് രാവിലെ ഇത് തുറന്നിട്ടുള്ളൂ. നമുക്കുള്ള ഗുണം അതാണ്. അന്ന് രാവിലെ ഇത് ഓപ്പൺ ആക്കണു, വൈകുന്നേരം വീണ്ടും അടയ്ക്കണം, മണ്ണിടിഞ്ഞിട്ട് റോഡ് ബ്ലോക്കായിട്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അധികം ആൾക്കാരില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറി ഈ ഗുഹയുടെ സൈഡിൽ വെള്ളം ഇങ്ങനെ ഹൈ പ്രഷറിൽ സക്ഷം പോലെയാണ്. ഇടയ്ക്ക് ഇരുന്നൂറ് ഒറ്റ വലിവാണ്. അങ്ങനെ സക്ഷം പോലെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ പോണത്. ഇവിടെ 3 ദേവിമാർ, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, സെൻട്രൽ വൈഷ്ണവി, മഹാലക്ഷ്മി. ഈ 3 പേരും ലൈവായിട്ട് സ്വയംഭൂവായിട്ട് നിൽക്കുക. എന്താ ചാർജ്? അവിടെ നമുക്ക് അതായത് ഒരു 15 മിനിറ്റെങ്കിലും അവിടെ നിന്ന് സുഖമായിട്ട് ധ്യാനിക്കാൻ പറ്റി. ഇങ്ങനെ ഒരിക്കലും അവസരം കിട്ടില്ല. കാരണം ഒരു ദിവസം 80,000 പേരെങ്കിലും വന്നു പോണ സ്ഥലമാണേ. നമ്മൾ മാത്രമായിട്ട് അവിടെ നമുക്ക് അത്ര നിൽക്കാൻ പറ്റി. അത് ഭയങ്കര അനുഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും തൊഴുത് അങ്ങനെ നമ്മൾ നേരെ താഴത്തേക്ക് വന്നു. പിന്നെ പോയത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിൾ, ഗുരുദ്വാര, അവിടെ പോയി അദ്ദേഹം കണ്ടു. പിന്നെ വരുന്നതാണ് കുരുക്ഷേത്ര, ഹരിയാനയിലേക്ക്. അവിടെയാണ് മെയിനായിട്ട് കൃഷ്ണൻ്റെ എല്ലാ സംഭവങ്ങളും. കുരുക്ഷേത്രയിലാണ് ബ്രഹ്മസരോവർ, ബ്രഹ്മകുണ്ട്, പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ സ്വരൂപം കണ്ട സ്ഥലം, ഭീഷ്മർ ശർശയ്യ കിടന്ന സ്ഥലം. ഇതെല്ലാം അവിടെ ഉണ്ട്, ലൈവാണ്, എല്ലാം കാണാം. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അർജുനന് ഇത് കൊടുത്തത് ഗീതോപദേശം കൊടുത്ത സ്ഥലം. അവിടുത്തെ വൈബ് കാണണപ്പാ. നമ്മളവിടെ ചെന്ന് നിന്നിട്ട് ഫുൾ അങ്ങോട്ട് ഒരു ഇത് ഓപ്പണായി അവിടെ. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു എനർജി പ്രസൻസ്, അവിടെ ഒരു ക്രിയേഷൻ വന്നു. അവിടെ അന്ന് എങ്ങനെയാണോ കൊടുത്തത് അതേ എനർജി വൈബ് അവിടെ വന്നു. അതും ലോവർ പോർഷനിലില്ല, ഇരുന്നാൽ കിട്ടൂല. അവിടെ ആ മരത്തമ്മ ഇങ്ങനെ ഒരു ഫുട് പ്രിൻ്റ് വെച്ചിട്ടുണ്ട്, കാൽപാദം.
ഈ പോയിന്റിൽ നിന്ന് ഇങ്ങടേക്കുള്ളൂ എനർജി. ഇരുന്ന കുട്ടികളോട് ഞാൻ എഴുന്നേക്കും പറഞ്ഞു. ആ നിന്ന സമയത്ത് അവിടെ നിന്ന് വരുന്ന ഒരു എനർജി ട്രാൻസ്മിഷൻ എൻ്റെ അന്ന് എങ്ങനെയാണോ ആ ഇത് കൊടുത്തത് അതേ പ്രസൻസ് നമുക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എല്ലാം ബോഡി കൂളായതിനു ശേഷം അതിൽ നിന്ന് ഒരു ആജ്ഞാചക്രയിലേക്ക് നമുക്ക് ഒരു എന്തോ ഒരു സാധനം വന്ന് കയറിയിട്ടുണ്ട്. അത് ഞെപ്പോപ്പണാൻ വന്നു. അങ്ങനെ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറക്കി. അപ്പം നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടി ഇത് ക്ലോസ് ചെയ്യാനായിട്ട്. ഈ വന്ന എനർജിനെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇത് അടിച്ചു മാറ്റാൻ പാടില്ല ആരും. മനസ്സിലായോ? വരുന്നവരെല്ലാവരും ഫോട്ടോ എടുത്ത് പോക്കെ ഉണ്ടാവുള്ളൂ. ആ സാധനത്തിനെ എന്നോട് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ പുറത്തിറക്കിയിട്ട് ഞാൻ ആ ഇതിനെ വൈൻഡപ്പ് ചെയ്ത് കളഞ്ഞു. ആ ഊർജത്തിനെ അപ്പോൾ ന്യൂട്രലൈസ് ആയി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അത് ഓപ്പണാക്കി തന്നു ആ സമയത്ത്, ആ മൊമെൻറ്റിൽ. അതൊരു വലിയൊരു അനുഭവം. അത് എന്നിട്ട് അവസാനമാണ് നമുക്ക് ആജ്ഞയിലേക്ക് എന്തോ ഒരു പാട്ട് കയറ്റി തന്നിട്ടുണ്ട്. എന്തോ ഒരു ഡാറ്റ എൻട്രി നടത്തിയിട്ടുണ്ട്. അതെന്തെങ്കിലും ഉപയോഗപ്പെടും. അപ്പം അങ്ങനെ വലിയ അനുഭവമായിരുന്നു അവിടെ കിട്ടിയത്. പിന്നെ അവിടെ ടെമ്പിൾസ് വേറെ വിഷ്ണുവിൻ്റെ, പിന്നെ ഇദ്ദേഹം വിരാട് രൂപം കൊടുത്ത അർജുനന് കാണിച്ചു കൊടുത്ത സ്ഥലം, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയൊക്കെ നല്ല എനർജിയാണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ ഒരു സെഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഇദ്ദേഹത്തിൻ്റെ കാലുമ പിന്നെ പോയത് ഗുജറാത്തിലേക്ക് പോയി. അവിടെ അതാണ് കുരുക്ഷേത്രത്തിൽ, അതാണ് അത്രയും ഭാഗമാണ് മെയിനായിട്ടുള്ളത്. അവിടെ വേറൊരു ക്ഷേത്രം കൂടെയുണ്ട്, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കൂടെയുണ്ട്. അവിടെയാണ് പുഷ്കറുള്ളത്. അപ്പോൾ ഈ ഗീതോപദേശം കൊടുത്ത സ്ഥലത്തിൻ്റെ പേരാണ് ജ്യോതിസർ. ജ്യോതിസർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗീതോപദേശം കൊടുത്തത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ബ്രഹ്മസരോവർ, അവിടെ ഭീഷ്മർ കിടന്ന സ്ഥലം. പിന്നെ നേരെ പോയത് നമ്മൾ രാജസ്ഥാനിലേക്കാണ്. രാജസ്ഥാനിലാണ് പുഷ്കർ. ഇവിടെയാണ് ബലിതർപ്പണം നടത്തേണ്ടത്. 21 ജന്മത്തിലേക്കുള്ളത്. അതായത് 21 ജന്മത്തിലെ നമ്മുടെ അല്ല, പിതൃക്കളുടെ ദോഷം തീർന്നു കിട്ടും. പിതൃക്കളുടെ കർമ്മദോഷം തീർക്കാൻ വേണ്ടിയിട്ട് പുഷ്കറിൽ ചെന്നാൽ ആ പുഷ്കറിൽ ആ കുളത്തിൽ ബലിതർപ്പണം നടത്തണം. പുഷ്കർ തീർത്തെന്ന പറയാ. പുഷ്കർ തീർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നടത്തിത്തരും. നമ്മൾ ചെയ്യണം. ഇത് അവർ ചെയ്യും. അവിടെ പൂജാരിമാരൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു 10-20 ഏക്കർ സ്ഥലത്താണ് ഈ ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ നമ്മൾ ഇതിൻ്റെ എനർജി നോക്കിയിട്ടേ പോകുള്ളൂ. അപ്പോൾ എവിടെ നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോസ്മിക് എനർജി കണക്ഷൻ വരും. ആ പോയിന്റിൽ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ. നിന്നിട്ട് ഇവരെല്ലാവരും നിർത്തിയിട്ട് നമ്മൾ ധ്യാനത്തിൽ കൂടെ ഈ സോൾസിനെ വിളിച്ചു വരുത്തി അവരെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് മെഡിറ്റേഷനിൽ കൂടെ അവർക്ക് ഇതിൻ്റെ മോക്ഷപ്രാപ്തി കൊടുക്കും. ആ കൊടുക്കണ സമയത്ത് അവിടെ ഒരു ചെറിയ ഇളം കാറ്റ് ഇങ്ങനെ വരും. ഇളം കാറ്റ് വന്നിട്ട് ഈ ശരീരം, നമ്മുടെ ബോഡി ഇങ്ങനെ കൂളാക്കി ആ ഉണ്ടായ എനർജി പ്രസൻസ് അങ്ങനെ തന്നെ വൈൻഡപ്പ് ചെയ്ത് ബോഡി കൂളായി പോകും. അതങ്ങനെ തന്നെ പോയി. അത് പറഞ്ഞ സോൾ അങ്ങനെ തന്നെ ആ കാറ്റിൽ കൂടെ പോയി. അങ്ങനെ നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് എല്ലാവർക്കും 7th ഡേ ബോഡി കിട്ടുമെന്നുള്ള നിർദ്ദേശം തോന്നുന്നു. അങ്ങനെയാണ് വീണ്ടും ആ കുളത്തിൽ മുങ്ങി ഞങ്ങൾ തിരിച്ച് പോന്നു. അതൊരു വലിയൊരു ഇതാണ്. ആ സോളിനെ എല്ലാവർക്കും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പുഷ്കർ എന്ന് പറയുന്നത്. പുഷ്കർ